തൃശൂർ ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത ഒളിവിൽ പോയ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി നിതിൻ പുല്ലൻ ഉൾപ്പെടെ 5 പേർ കസ്റ്റഡിയിൽ. പൊതുമുതൽ നശിപ്പിക്കൽ, വധശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. പോലീസ് കസ്റ്റഡിയിൽ നിന്നും CPM നേതാക്കൾ നിതിൻ പുല്ലനെ മോചിപ്പിച്ചിരുന്നു. അതിനിടെ പോലീസിനെ വിമർശിച്ചും അക്രമികളെ പിന്തുണച്ചും CPM രംഗത്തെത്തി. ഹെൽമറ്റ് വയ്ക്കാതെ ബൈക്കിൽ പോലീസിന് മുന്നിലൂടെ റോന്തു ചുറ്റിയ SFI പ്രവർത്തകർക്ക് പിഴ നൽകിയതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. പ്രകോപിതരായ പ്രവർത്തകർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി നിതിൻ പുല്ലന്റെ നേതൃത്വത്തിൽ പോലീസ് ജീപ്പ് തകർക്കുകയായിരുന്നു. ജീപ്പിന് മുകളിൽ കയറിയ നിതിൻ ഗ്ലാസ് ചവിട്ടിപ്പൊട്ടിച്ചു, ബീക്കൺ ലൈറ്റ് ഉൾപ്പെടെ നശിപ്പിച്ചു. പിന്നീട് കൂടുതൽ പോലീസ് എത്തി നിതിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും CPMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എത്തി മോചിപ്പിച്ചിരുന്നു. സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയവേ ഓയൂരിൽ നിന്നാണ് ഇന്ന് നിതിൻ പുല്ലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാത്രിയോടെ വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. കേസിൽ പിടിയിലായ ഡിവൈഎഫ്ഐ SFI പ്രവർത്തകരായ ജിയോ, ഷെമിം, ഗ്യാനേഷ്, വിൽഫിൽ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം ജീപ്പ് തകർത്തവരെ ന്യായീകരിച്ച് CPM രംഗത്തെത്തി. SFI പ്രവർത്തകരെ മർദ്ദിച്ച ചാലക്കുടി SI അഫ്സലിനെതിരെ നടപടി വേണമെന്നാണ് CPM ഏരിയ കമ്മിറ്റിയുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ.